ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോയുടെ ബാക്കി അതിന് ആ കിച്ചു ഇട്ട വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ രണ്ടു ഇട്ടെന്ന് പറഞ്ഞല്ലോ, ആ വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് അതിനെക്കുറിച്ചുള്ള മെൻഷനാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണുസുതിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ടായെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അത് 100% കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രേണുസുതി പറഞ്ഞത്. അതായത് ഈ രേണുസുതിയെ ചീത്ത വിളിച്ചുകൊണ്ടും അവളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു അസുഖമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവളടുത്ത് വളരെ വളരെ നല്ല രീതിയിൽ സ്നേഹമായിട്ടും അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുമാണ് ഇതുവരെ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത്. അത് അന്യര്. അപ്പം ഈ ഒരു അവസരത്തിൽ ബാക്കി എന്തായാലും കേട്ടു വെക്കാം. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, മനസ്സിലായ? അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് എന്നതാണ് സംഗതി എന്നുള്ളത്. ആ ഒരു സംഗതി അറിഞ്ഞിരിക്കുന്ന അത്രയും മുതിർന്ന ആളാണ് കിച്ചു. എന്തോ 12 വയസ്സായില്ലേ അവൻ അറിയാമല്ലോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇവളത് പറഞ്ഞ ഉടനെ അവൻ അവിടെ വിലക്കാമായിരുന്നു. അമ്മ ഇത് ചെയ്യണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല, ഇഷ്ടമല്ല എന്ന് അവൻ ഒരു വാക്ക് അവിടെ പറഞ്ഞ് വിലക്കിയിട്ടും രേണുസുതി ഇത് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പറയാമായിരുന്നു കിച്ചു ആണ് ശരി, രേണുസുതി പൂർണ്ണമായിട്ട് തെറ്റാണെന്ന്. ഒരിക്കലും അങ്ങനല്ല കിച്ചു പറഞ്ഞത്. കിച്ചുവിൻ്റെ അടുത്ത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കിച്ചു ചെയ്ത് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൻ അതിനകത്ത് ഒബ്ജക്ഷൻ ഇല്ല എന്ന് തന്നെയല്ല എൻ്റെ അർത്ഥം. അത് കഴിഞ്ഞും അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആയാലും എല്ലാം അവന് ആവശ്യമുള്ള സമയത്തൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത ഒരാൾ ഒരു 10 പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് അതിനോട് താല്പര്യമില്ല, വെറുപ്പാണെങ്കിൽ ആ പൈസ മേടിക്കത്തില്ല, ഒരിക്കലും മേടിക്കില്ല. അങ്ങനെ ഉണ്ടാക്കിയ പൈസ എനിക്ക് വേണ്ട എന്ന് തന്നെ അന്തസ്സുള്ളവർ വയ്ക്കും. അതും ചെയ്തില്ല. അതും കഴിഞ്ഞ് കുറേ വന്നതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ അവസ്ഥ വന്ന് രേണുസുതി കിടക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് തെറ്റ് തന്നെയാണ്. ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം. പിന്നെ ഈ പറയുന്ന കണക്ക് ഇത് രണ്ടും അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, അവിടെ എന്തെല്ലാം നടന്നിട്ടുണ്ട്, ഏതെല്ലാം നടന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ അറിവ് കുറച്ചൊക്കെ നമുക്കറിയാം, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അല്ലാത്തത് എന്തെല്ലാം ഉണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇത് എനിക്ക് അപ്പോഴും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സ്വയം രണ്ടുപേരും കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് ചെടി വാരി എറിയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഒരു മോൻ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ പറയുന്നത് 100% ശരിയാണ്. ഒരു തമ്മ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് അവനോട് കാണിച്ചത് 100% ശരിയാണ്. കാരണം അത് വേണ്ട എന്ന് വിലക്കിയിട്ട് ഇവിടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് രേണുവിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയായിരുന്നു. ഒരിക്കലും അങ്ങനെ പറയാനും പറ്റില്ല. ബാക്കി ഇവിടെ അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാത്താ 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ്ടേ എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണേ. അപ്പൊ എൻ്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. അതെ, അത് തന്നെയാണ് ഞാനും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഏതാണ് അമ്മ ഇത് ചെയ്യേണ്ട, എനിക്ക് താല്പര്യമില്ല. ഒരു വാക്ക് നീ അന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് വീണ്ടും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും രേണുസുതിയെ തെറ്റുകാരി എന്ന് പറയായിരുന്നു.
ഇത് അവനോട് അനുവാദം എന്ത് സംഗതി നടക്കുമ്പോഴും ഓരോ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴും ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും അതിനകത്തുള്ള കഥ ഉൾപ്പെടെ കിച്ചുവിൻ്റെ അടുത്ത് അവൾ പറഞ്ഞ് കിച്ചു സമ്മതിച്ചിട്ട് തന്നെയാണ് രേണുസുതി പോയി അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇത്ര പെട്ടെന്ന് കിച്ചുവിന് വന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, എടി നീ അങ്ങനെ അങ്ങ് ചെയ്യുമെന്ന് അവൻ അറിഞ്ഞില്ലല്ലോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ എന്തോ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, എന്തോ ചെയ്തതെന്ന് നിങ്ങൾ പറയുന്ന സാധാരണ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുണ്ടുരിഞ്ഞിട്ട് ആടുകയാണ് അതിനകത്ത് ചെയ്തത് മൊത്തം. ഇന്ന് വരെ ഞാൻ ഒരു വീഡിയോ ഞാൻ സബ്സ്ക്രൈബർ അല്ല, ഞാൻ കണ്ടിട്ടില്ല അതിനകത്തുള്ള വീഡിയോസ്. അത് കാണേണ്ട ആവശ്യമില്ല, അതിനകത്ത് പൈസ കൊടുത്ത് കയറേണ്ട കാര്യമില്ല. കാരണം രേണുസുതി ചെയ്യുന്ന വീഡിയോകൾ മിനിറ്റിന് അത് പബ്ലിക് ആയിക്കൊണ്ടിരിക്കുക. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലും രേണുസുതി ആയതുകൊണ്ട് എല്ലാം പബ്ലിക് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ കാണുന്ന വേറെ ഓളോടുമാര് സ്വന്തം പെമ്മക്കളെ വെച്ചിട്ട് മൊത്തം തുണി ഉരിഞ്ഞിട്ട് ആടിക്കൊണ്ടിരിക്കുന്നവന്മാർക്കൊന്നും ഒരു വിഷയമില്ല. അതൊക്കെ ഒരു അത്ഭുതമാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും രേണുസുതി ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഈ ഒരു സംഗതി അല്ലാതെ അവൾ വേറെ നെഗറ്റീവായിട്ട് തുണി ഉരിഞ്ഞിട്ട് ആടിയിട്ടില്ല. ഉറപ്പാണത്. അത് കണ്ട നിങ്ങൾ പറയുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളത് പുറത്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് പുറത്തിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ. അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരെ ദേവിയത്. മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട. ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. സത്യത്തിൽ കിച്ചുവിന്റെ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ രേണുസുതിക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ആയിട്ടുണ്ട്. പക്ഷെ ആൾക്കാരത് ചിന്തിക്കുന്നില്ല. ഇത് എന്ന് നടന്ന സംഗതിയാണ്, ഇത് എന്നത്തെയാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഇപ്പം ശത്രുക്കൾ പോലും, അതായത് ഇവിടെ വെറുക്കുന്നവർ പോലും അവളോടൊരു സിമ്പതിയും സ്നേഹമായിട്ട് തിരിച്ചു വന്ന ഈ അവസരത്തിൽ ഈ ഒരു സാധനം എടുത്തിടണമെങ്കിൽ അത് ഈ പറഞ്ഞ കണക്ക് പിന്നിൽ പ്രവർത്തനം ഉണ്ടായിട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ വെറുക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങൾ ആരെങ്കിലും കൊടുത്ത് കിട്ടുന്നത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസ ഞാൻ ഉറക്കമളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. ഒരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞതിനോട് കിച്ചുവിന് വിയോജിപ്പുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പൈസ എനിക്ക് തന്നു എന്നുള്ള വിയോജിപ്പുണ്ടെങ്കിൽ കിച്ചുവിന്റെ ഹിസ്റ്ററി കാണിക്കും. ഏത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി? രേണുസുതി തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളു, എനിക്ക് അതിൽ ഒന്നും അധികം തന്നിട്ടില്ല, എനിക്ക് തന്നിട്ടുള്ള ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു പുറത്ത് വിട്. നിന്റെ അമ്മ സ്വന്തം പെട്ടെന്നുള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സിലൊക്കെ ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടും കിച്ചു. കിച്ചു എന്നെ വെറുതെ വിടും. സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അലക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് അന്ന് കിച്ചു നേരിട്ട് കാണാൻ പോയപ്പോൾ രേണുസുതി നേരിട്ട് കണ്ടിട്ട് ഇവർ തമ്മിലൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. മനസ്സിലായ? ഇത് അവരെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയെങ്കിൽ ഉറപ്പായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ രോഗിയെ കാണാൻ പോകുന്നത് രോഗിയുള്ള സമയത്തോ അല്ലെങ്കിൽ രോഗി ഉള്ളിടത്തല്ലേ നമ്മൾ പോകുന്നത്. ഇത് അതൊന്നും അല്ലായിരുന്നു ഇതിന്റെ ടാർഗറ്റ്. നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കുന്നതല്ലേ, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൂടെ? ഈ ഒരു സംസാരത്തിന്റെ ഈ ഒരു സംവാദത്തിന്റെ ആവശ്യം ഈ യൂട്യൂബിലോ വരില്ലായിരുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ വരില്ലായിരുന്നു. അന്ന് കിച്ചു പോയത് രേണുവിനെ കാണാനായിരുന്നു. രേണുവിനെ നേരിട്ട് കണ്ട് ഇവർ തമ്മിലൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളായിരുന്നത്. ഇത് ഇത്ര മാത്രം എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ വീണ്ടും പറയാം, സ്വയം ചെളിവാരി എറിയേണ്ടുന്ന ആവശ്യം വരില്ലായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ആ രേണുസുതിയുടെ വാക്കിൽ ഒരു വാണിംഗും ഉണ്ട്, ഒരു ഭീഷണിയും ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. അത് എന്താണെന്നുള്ളത് കിച്ചുവിന് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഒരാൾ ഒരു ഉറപ്പോടുകൂടി ഇതിങ്ങനെ പറയില്ല. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും
ദയവ് ചെയ്ത് ചെളിവാരി എറിയരുതേ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. കിച്ചു കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കിച്ചുവിനും അറിയാമായിരിക്കുമല്ലോ. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുൽ. കിച്ചു, ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേന്ന് കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, കിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. എന്താണ് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. എന്ത് പറയാനാണ് ഇതിനകത്ത്? ഈ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ് രേണുസുതിയുടെ. അപ്പൊ അവൾ അത്രത്തോളം എഫക്ട് എടുത്ത് അത്രത്തോളം ഒരു ഇതിൽ സംസാരിക്കണമെങ്കിൽ മനസ്സ് അത്രമാത്രം നൊന്നിട്ടായിരിക്കണമല്ലോ. പക്ഷെ ഇപ്പൊ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടെന്ന് ആവശ്യമില്ലെന്ന് തന്നെ ഞാൻ പറയും. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ അതെന്താണ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാകാൻ ആരും വരണ്ട. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതിപ്പം അന്ന് കിച്ചു വിലക്കണമായിരുന്നു. അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത് അനുസരിക്കാതെ രേണു ചെയ്തെങ്കിൽ ഒരു മനുഷ്യനും രേണുവിനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എല്ലാം കിച്ചുവിന് അനുകൂലമായിട്ട് തന്നെ വന്നേനെ. അതും എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചു പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു അസുഖം വന്നതിന് ശേഷം ഈ 1 മാസമായിട്ട് യാതൊരുവിധ സബ്സ്ക്രിപ്ഷനോ വേറൊരു സംഗതി അവിടെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ കാര്യമാണ്. കിച്ചുവിൻ്റെയും പൂർവ്വകാലങ്ങൾ ഇവിടെ പറയുന്നല്ലോ, അതും കഴിഞ്ഞ കാലമാണ്. രണ്ടുപേരും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് സ്വയം നാറാതിരിക്കുക. കാരണം നിങ്ങളെ കൊണ്ട് നിങ്ങൾ 2 മുട്ടനാടുകളാണ്. ആർക്ക്? നിങ്ങളെ ചോര കുടിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ 2 മുട്ടനാടുകൾ തന്നെയാണ്. ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ രക്തം തന്നെയാണ്. അത് 2 കൂട്ടരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. കിച്ചുവിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? കിച്ചു അത് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് കിച്ചുവിന് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ കിച്ചു സ്വയം ചിന്തിക്കുക. അത് ശാശ്വതമായ ബന്ധങ്ങൾ ഏതാണ് എന്നും താൻ പറഞ്ഞു പോകുന്നതിനകത്ത് അധികമാണോ അതോ താൻ പറയുന്നത് തെറ്റാണോ എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം കിച്ചു പറയുക. ഓക്കെ, കഴിഞ്ഞ കാര്യമാണിത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ കിച്ചുവിന് പൂർണ്ണ സപ്പോർട്ട് കിട്ടിയത്. ഇത് കഴിഞ്ഞ കാര്യം മാത്രമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നിന്നെ അവൾ അറിയിക്കുകയും ചെയ്തു. നീ ഗുഡ് എന്ന് പറഞ്ഞാണ് തിരിച്ച് റിപ്ലൈ കൊടുത്തത്. അമ്മ അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഒന്നുമില്ലേലും അമ്മയ്ക്ക് 2 ആമക്കളല്ലേ, ഞാനും ഒരാണ്. പിന്നെ അമ്മയുടെ ഹൃദയപ്പനും വളർന്നു വരുന്നത്. ഞങ്ങൾക്ക് പിന്നെ സോഷ്യൽ മീഡിയ മുമ്പിൽ വരികയോ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുകയോ ചെയ്യണ്ടേ. അമ്മ അത് ചെയ്യല്ലേ അമ്മ എന്നൊരു വാക്ക് നീ പറയാൻ എന്ത്? നീ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. നീ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു വീതം നീ കൈപ്പറ്റുകയും ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു അവസ്ഥയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. അവളുടെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നീ അവളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ വലിച്ചു കീറി പിച്ച് ചെയ്യാൻ ഇട്ടുകൊടുത്തത് ഒട്ടും ശരിയായില്ല മോനെ, ഒട്ടും ശരിയായില്ല. നാളെ തിരിഞ്ഞ് ഈ അവസ്ഥ നിനക്കും വരാം. കാരണം ഇപ്പോൾ സപ്പോർട്ട് നിന്നെ ഇതിന് മുന്നേ നെഗറ്റീവ് പറഞ്ഞവരാണ് ഇപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നീ മനസ്സിലാക്കണം. ഇത് വീണ്ടും അറിയാം. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നൊരു നാളെ നിനക്ക് നെഗറ്റീവായിട്ട് വരാം. മനസ്സിലായി? ഈ രോഗം എന്ന് പറയുന്നത് ചെറിയ രോഗമല്ല. ഓക്കെ, അപ്പം അതിൽ നിന്ന് അവിടെ റിക്കവർ കഴിഞ്ഞ് വരട്ടെ. ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. അവൾക്കൊരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ അവൾക്ക് വളർത്തണ്ടേ? നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവനെ മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളാണ്. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പല ആളുകൾ മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിടത്തില്ല മോനെ. ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ. ഇത് നമ്മളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സംഗതികളുണ്ട് ലൈഫിൽ. മനസ്സിലായ? ഒരു നിമിഷത്തിൽ ഒരു പുണ്യാളനായിട്ട് ഒരാൾ വന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ചിലപ്പം ഈ നിയന്ത്രണം വിട്ടുപോയാൽ ചിലപ്പോൾ അതുമൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് രേണുവിൻ്റെ അടുത്തും കിച്ചുവിൻ്റെ അടുത്തും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ചോര കുടിക്കാനാണ് ആൾക്കാർ ഇരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിർത്തുക. 2 പേരും എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. കണ്ടന്റാണ്, റീച്ചാണ്, ഇൻകം ഉണ്ട്, ഒക്കെ ശരിയാണ്. അത് ഇട്ട് കൊടുക്കാതിരിക്കുക ദയവ് ചെയ്ത്. ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത്. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ? മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല.
ആപത്ത് ഘട്ടങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു. ഈ അമ്മയും ഈ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കലിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട. ഇനി ഇത് ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഇത്രയൊക്കെ ഉള്ളൂ. അതാ കിച്ചു വിട്ട വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ആണ് രേണുസുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ഒരുപാട് നിഗൂഢതകൾ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കിച്ചു ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിനോട് തന്നെ എനിക്ക് 100% വിയോജിപ്പുണ്ട്. ആ ഒരു വീഡിയോ കിച്ചു ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ വരില്ല. മാത്രമല്ല അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിച്ചു ഓർക്കണമായിരുന്നു. കിച്ചു അവൾ പറഞ്ഞ കണക്ക് ഒരു സഹായം ചെയ്യേണ്ട, നീ അമ്മേന്ന് വിളിക്കേണ്ട, സ്നേഹിക്കാനും കൊണ്ട് ഒന്നും വേണ്ട. ഈ ദ്രോഹം ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവൾ ഇരിക്കുന്ന സിറ്റുവേഷൻ അത്ര മോശമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ഇതൊക്കെ സംസാരിക്കാൻ സമയങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിന് മുന്നേ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഈ അസുഖത്തിന്റെ കാര്യങ്ങൾ പബ്ലിക്കിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് കിച്ചു തന്നെയാണ് ഈ വീഡിയോയ്ക്ക് എല്ലാം തുടക്കം ഇട്ടത്. നിങ്ങളുടെ എല്ലാവരുടെ വിഷമം മാറട്ടെ, ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട്. ആർക്ക് വിഷമം? ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഈ കാണുന്ന ഓഡിയൻസിനൊന്നും ഒരു വിഷമവും ഇല്ല. അവരൊക്കെ കളി കണ്ട് ആസ്വദിക്കുക. മനസ്സിലായ? കളി കണ്ട് ആസ്വദിക്കുന്നവരാണ് പ്രേക്ഷകർ. നിങ്ങളാണ് കളിക്കാർ. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആ ഒരൊറ്റ വീഡിയോ തന്നെ ആദ്യമേ മോശമായിട്ടാണ് വന്നത്. എല്ലാവരുടെയും ഞാൻ എന്തായാലും കാണാൻ വന്നു. വിഷമം ഉള്ളവരുടെ ഒക്കെ വിഷമം മാറട്ടെ എന്ന്. അങ്ങനെ കണ്ടവരുടെ ഒക്കെ വിഷമം മാറ്റാൻ നിനക്ക് പറ്റൂ? ഒരിക്കലും പറ്റത്തില്ല. ആ വീഡിയോ വന്നതാണ് ബാക്കിയുള്ളവരെടുത്ത് റിയാക്ട് ചെയ്തത്. ആ റിയാക്ട് ചെയ്ത വീഡിയോ എടുത്തിട്ടാണ് നീ ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. നിന്റെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടാണ് രേണുസുതി ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടത്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ണിക്കകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം കണ്ടന്റ് വേണം. നിങ്ങൾ രണ്ടുപേരും മുട്ടനാടുകൾ തന്നെയാണ്. അത് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറയണം. മുട്ടനാടുകൾ തന്നെയാണ്. നിങ്ങളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാനിരിക്കുന്ന കുറുക്കന്മാർക്ക് നല്ല ചാകരയാണ്. എന്തായാലും ഒരാളുടെ അവസാനം വരെ അല്ലേ ഇത് കാണും. അതുവരെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ ആർക്കെങ്കിലും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ തുറന്നു പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനുള്ള അഭിപ്രായം, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.